മരിച്ച വ്യക്തി മുനിസിപ്പാലിറ്റിയിൽ മൂന്നിന് ജ്യൂസ് കൊടുക്കുന്നു. ആ ചെറിയമ്മാണ് തൻ്റെ മൂന്നിൻ്റെ വക മരിച്ച് മൂന്നാന്ന്. ഇന്ന് കോഴിക്കോട് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രത്യേകതരം പ്രതിഷേധം നടന്നു. ഈ പ്രതിഷേധത്തിന് ഒരു കാരണവുമുണ്ട്: വോട്ടവകാശം. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ പ്രതിഷേധം ചെയ്ത ആളോട് തന്നെ സംസാരിക്കാം. എന്താണ് ഇപ്പം നിങ്ങൾ ഇന്നൊരു പ്രതിഷേധത്തിലോട്ട് എത്തി, ജ്യൂസ് കൊടുത്ത പ്രതിഷേധം, ഇതിന് എന്തായിരുന്നു കാരണം? എൻ്റെ വോട്ട് ആകെ ഇന്ത്യൻ പൗരന് വോട്ടവകാശമുള്ളത്, അതെനിക്ക് ഇവിടെ ഇല്ല. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വോട്ടുണ്ട്, എനിക്ക് മാത്രം വോട്ടില്ല. അത് ഇവിടെ വന്നിട്ട് 4 ദിവസം ഞാൻ ഇവിടെ വരൽ തുടങ്ങിയിട്ട്. അതിന് ഇവിടുത്തെ സൂപ്രണ്ടോ സെക്രട്ടറി ഇവിടെ ലീവാണ്, 4 ദിവസമായിട്ട് ഇവിടെ ലീവായിട്ടാണ്. സൂപ്രണ്ടിനോട് ചോദിച്ചിട്ട് സൂപ്രണ്ട് പറയുന്നത് സെക്രട്ടറിയാണ്. ഇവിടെ ഒരു ഫയലിൽ നിന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഇത് ഞാനൊരു അപേക്ഷ കൊടുത്തതിനും ഞാൻ തിങ്കളാഴ്ച ഒരു അപേക്ഷ കൊടുത്ത് അതിന് റിപ്പോർട്ട് വരെ എനിക്ക് ഇതുവരെ തന്നില്ല. ഇതിന്റെ മുന്നത്തെ വോട്ടുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇതിന് മുമ്പ് വോട്ട് ചെയ്തതാണ്. എൻ്റെ കൗൺസിലറാണ്, അമൃതാത്താണ് കൗൺസിലർ, 29ാം വാർഡിൽ വോട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവര് ഇതിനെന്താണ് വിശദീകരണം തരുന്നത്? ഞാൻ ഇവിടെ വന്ന് അന്വേഷിക്കുന്ന പറഞ്ഞ സെക്രട്ടറിൻ്റെതാണ് കടലാസൊക്കെ ഉള്ളത്. നമുക്ക് സൂപ്രണ്ട് പറയുന്നത് ഞാനൊന്നും ഇതിലെല്ലാം അറിയുന്നില്ല എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. അപ്പോൾ സെക്രട്ടറിയാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം നടത്തുന്നു, ഈ പ്രതിഷേധങ്ങളും കാര്യമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഞാൻ ഇവിടെ വന്നപ്പോൾ വോട്ടിന് അന്വേഷിച്ച് വന്നപ്പോൾ എന്നോട് തന്നെ എൻ്റെ വോട്ടില്ല, നിലവിൽ വോട്ടില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ മരണപ്പെട്ടു പോയിണ്ടാവും, അതല്ല ഞാൻ വീട് മാറി താമസിച്ചിട്ടുണ്ടാവും, അതുമില്ല, ഒന്നുമില്ല എൻ്റെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഡിലീറ്റ് എന്നാണ് ഞാൻ ഈ വോട്ടർ ലിസ്റ്റ് കാണുന്നത്. ഇത് ഈ സെക്രട്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ സെക്രട്ടറി കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ നോക്കി, വൈഫുണ്ട്, ഉമ്മ ഉണ്ട്, വാപ്പുണ്ട്, അനിയൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രമല്ല. അപ്പോൾ ഞാൻ അതിൽ കാണുന്ന ഡിലീറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ മരിച്ചെന്നാണല്ലോ ഉള്ളത്. ആകെ നമുക്ക് എന്താ ഒരു ഇതുള്ളത്, ഇന്ത്യൻ പൗരനുള്ളത് ആകെ ഒരു വോട്ടേ ഉള്ളൂ. ആ വോട്ടില്ല ഞാൻ പിന്നെ എന്ത് കാര്യം നമുക്കുള്ളത്? കാരണം വേണമല്ലോ നമുക്ക്. ഒന്നെങ്കിലും ഇവരെന്ത് ചെയ്യണോ, ഈ തള്ളാൻ അപേക്ഷ കൊടുത്ത ആളെ ഇത് തരിക, അതുപോലെ തരുന്നില്ല. അതല്ല എന്നെ വോട്ട് ചേർക്കുക, അതുപോലെ ചെയ്യുന്നില്ല. ഒക്കെ എല്ലാ കടലാസും സെക്രട്ടറിൻ്റെ കയ്യിലാണ്. സൂപ്രണ്ട് താഴത്ത് കൊണ്ടു കൊടുക്കാനുള്ള പേപ്പർ. ഏത് സെക്രട്ടറി 4 ദിവസമായിട്ട് ഇവിടെ വന്നില്ല. സൂപ്രണ്ട് പറഞ്ഞത് എന്നോട് പറഞ്ഞത് 4 ദിവസവും സെക്രട്ടറി താഴത്ത് വന്നിട്ട് പേപ്പർ വാങ്ങി പോരാന്നാണ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞത്. സെക്രട്ടറിക്ക് എന്താ ഇവിടെ വന്നൂടെ? നമ്മൾ ടാക്സ് അടിക്കുന്നുണ്ട്, സെക്രട്ടറി ഇവിടെ വന്ന് നമുക്ക് അവകാശം ചോദിക്കാം, സെക്രട്ടറിയോട് ചോദിച്ചൂടെ? ആ ചോദിക്കാനുള്ള ഒരാൾ ഇവിടെ ഇല്ല. ഈ കൊടുവള്ളി ഈ മുനിസിപ്പാലിറ്റിയിൽ ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് തുടർച്ചയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഒരു തങ്ങളുടെ ഡിവിഷനിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്രമക്കേട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? എൻ്റെ ഡിവിഷനിലാണ് ഇവൻ്റെ പണ്ട് ഇവൻ്റെ ഉമ്മ ഉണ്ട്, ഇവൻ്റെ ജ്യേഷ്ഠൻ അനിയനുണ്ട്, ഇവനും ഉണ്ട്. ഇവന് നിലവിൽ എൻ്റെ വോട്ടറാണ്. എൻ്റെ വോട്ടിന് ഇപ്പോൾ നെള്ളോറ വാർഡാണ് 30ആയിട്ടാണ് വന്നത്. ആ 30 ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ കുടുംബത്തിനെ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പം പുതിയ 29 ഉണ്ട്. ഇപ്പം 30ആണ്, 29 30ആയതാണ്. പുതിയ 29ലേക്ക് അതിലുള്ള അതിൻ്റെ അടുത്തുള്ള LDFൻ്റെ ആൾക്കാരൊക്കെ അവിടെ നിർത്തി ഇവരെ ഞാററ്റാനെടുത്ത് പറിച്ചെടുക്കുമ്പോഴാണ് ഇവരൊക്കെ വേറെ വാർഡിലേക്ക് പുതിയ 29ാം വാർഡിലേക്ക് ഇവരെ ചേർത്തിയത്. അപ്പോൾ ആ ചേർത്തിയാൽ ഇവൻ്റെ പേര് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പേര് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇന്ന് മെനിയാന്നത്തെ ശനിയാഴ്ചത്തെ വോട്ടർ ലിസ്റ്റ് പ്രകാരം ഇവൻ്റെ പേര് അതിൽ കാണുന്നില്ല. ഇവൻ മാത്രമല്ല. അപ്പോൾ ഇവൻ ഡിലീറ്റ് എന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നത് ഞാൻ മരിച്ചതാണ്, എനിക്ക് ഒന്നുകിൽ മരണ സർട്ടിഫിക്കറ്റ് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തരണം, അതല്ലെങ്കിൽ എനിക്ക് ഞാനിവിടുന്ന് പിന്നെ എൻ്റെ വോട്ടറിൻ്റെ അവകാശം കിട്ടണം. ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വോട്ടവകാശം. കേരളം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ കോഴിക്കോട് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ ഇത്തരത്തിലുള്ള വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേടുകൾ സംബന്ധിക്കുന്ന പരാതികൾ നിരവധി ആയി ഉയരുകയാണ്. ഈ പ്രശ്നങ്ങൾ ഈ ആശങ്കകളും ഉയർത്തുന്നത് ഗുരുതരമായ വിഷയങ്ങളാണ്. എന്നാൽ ഈ വിഷയങ്ങൾക്കെതിരെയാണ് ദിവസം തോറും ഇവിടെ ഇത്തരത്തിലുള്ള വോട്ടർമാർ പ്രതിഷേധിക്കുന്നത്. ഗോപിക അരവിന്ദ്, കോഴിക്കോട്.